ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ ആയി ഇതുപോലത്തെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ട്. അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ്സിന് പോക്കൊക്കെ തുടങ്ങിയതിന് ശേഷം എന്തൊക്കെയോ തിരക്കുകളാണ്. രാവിലെ എണീക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, എത്ര പെട്ടെന്നാ രാത്രിയാവുന്നത്. അതിന്റെ ഇടയിൽ മര്യാദക്ക് വീഡിയോസ് എടുക്കാനോ ഇനിയിപ്പോ വീഡിയോസ് എടുത്താൽ തന്നെ അതൊന്ന് എഡിറ്റ് ആക്കാനോ ഒന്നും കഴിയാറില്ല. പിന്നെ ഞാൻ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്ന സമയത്ത് എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്ന, എൻ്റെ വീഡിയോസിലൂടെ എന്നെ കണ്ട് മാത്രം എന്നെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഇനി ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ, ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വന്നപാടും ആദ്യം ചെയ്യുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളവും വെച്ച് നേരെ അലക്കാനുള്ള തുണികൾ മെഷീനിൽ ഇടലാണ് കേട്ടോ. അത് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി പണിക്കൊക്കെ നിൽക്കാറുള്ളത്. ഇന്ന് നമുക്ക് രാവിലേക്കേക്ക് ദോശയും കടലക്കറി ഇരുന്ന്, കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാ ഉച്ചക്കൊക്കെ ചോറിനൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. കറി വെക്കാനൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേനും മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മീനൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഉണക്കമീനായിരുന്നു. ഞാനത് മസാല ഒക്കെ തേച്ച് പൊരിക്കാനിടുകയാണ്. ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതേ കടലക്കറിയൊക്കെ റെഡിയായി ഞാൻ തൂമിച്ചൊഴിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ആർക്കാ ഇത്രയും തോനെ പാത്രം എന്ന്. ഇതിൽ എനിക്കും ഇക്കാക്കുള്ള ലഞ്ച് ബോക്സും മോൾക്കുള്ള സ്നാക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ച് ഇനി അടിക്കാനും തുടക്കാനും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി മോളെ കൊണ്ടേയാക്കാൻ പോവാണ്. എന്നും ഞാനും കൂടെ കുളിച്ച് റെഡി ആയിട്ടാണ് ഓളെ കൊണ്ടേയാക്കാൻ പോവല്. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുളിക്കാനൊന്നും പറ്റിയില്ല. ഓളെ കൊണ്ടേയാക്കി വന്നിട്ട് കുളിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ദേ ഓളെ വണ്ടി വന്നിട്ടുണ്ട്. മോളെ കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലെത്തി എല്ലതും എടുത്തു വെക്കാണ്. എല്ലതും എടുത്തു വെക്കലൊക്കെ കഴിഞ്ഞപ്പോത്തിനും കുറച്ചധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ച് വന്നതാണ്. അതിനിടയിൽ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയതിന് ശേഷം ബസ് കയറാൻ പോവാണ്. ഇവിടെ 8 മണിന്റെ ബസ് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കാണ് കേട്ടോ ബസ് ഉള്ളത്. അതിനാണ് ഞാൻ ക്ലാസ്സിന് പോകല്. രാവിലത്തെ പണിത്തിരക്കിനിടയിൽ ഒന്നിരിക്കാൻ പോലും സമയം കിട്ടലില്ല. അങ്ങനെ ആവുമ്പോൾ ബസ് കയറുന്ന സമയത്താണ് കേട്ടോ കുറച്ചു നേരം ഇരിക്കല്. അങ്ങനെ ഞാൻ ബസ് കയറി സീറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ നിർഭാഗ്യവശാൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് മുതിർന്നവരെ സീറ്റിലായിരുന്നു. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാനന്തവാടി എത്തിയപ്പോൾ ഇക്കാക്ക കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.